ലോകത്തിലെ ഏറ്റവും വലുതും ചൂടേറിയതുമായ മരുഭൂമിയായ സഹാറ മരുഭൂമിയിലേക്ക് മനുഷ്യർ 100 കോടി ടണ്ണിലധികം വെള്ളം തുറന്നുവിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. 100 കോടി ടൺ നല്ല ശുദ്ധജലം, കടലിലെ ഉപ്പുവെള്ളമല്ല. ഇത് അബദ്ധത്തിൽ പറ്റിയൊരു തെറ്റല്ലായിരുന്നു, മറിച്ച് ആളുകൾ കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു വലിയ ചരിത്രപരമായ നീക്കമായിരുന്നു. എന്നാൽ ഈ വെള്ളം മരുഭൂമിയിലെ വറ്റിവരണ്ട മണ്ണിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ ആരും വിചാരിക്കാത്ത ഫലമാണുണ്ടായത്. മനുഷ്യന്റെ ധൈര്യത്തിന്റെയും എഞ്ചിനീയറിംഗ് മിടുക്കിന്റെയും പ്രകൃതി തന്ന തികച്ചും അപ്രതീക്ഷിതമായ സർപ്രൈസുകളുടെയും കഥയാണിത്. അപ്പോൾ എല്ലാവരും റെഡിയായിരുന്നോളൂ. ഇന്ന് നമ്മൾ ഈജിപ്തിന്റെ ആ മെഡാ പ്രൊജക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മരുഭൂമിയുടെ ഭൂപടം തന്നെ മാറ്റാൻ നോക്കിയ ഈ പ്രൊജക്റ്റ് അവസാനം തികച്ചും പുതിയൊരു കാഴ്ചയാണ് സമ്മാനിച്ചത്. എന്തിനാണ് അവരിതൊക്കെ ചെയ്തത്? എല്ലാവരെയും ഞെട്ടിച്ച ആ അപ്രതീക്ഷിത ഫലം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ഒരു ചെറിയ കാര്യം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈജിപ്ത് എന്തിനാണ് ഇത്രയും വലിയൊരു റിസ്ക് എടുത്തത് എന്നാണ്. ഇതിന്റെ ഉത്തരം ഈജിപ്തിന്റെ ഭൂമിശാസ്ത്രത്തിലും അവിടുത്തെ ജനസംഖ്യാ വർധനവിലുമുണ്ട്. ഈജിപ്തിലെ 95% ആളുകളും ജീവിക്കുന്നത് അവിടുത്തെ വെറും 5% വരുന്ന ഭൂമിയിലാണ്. അതായത് നൈൽ നദിയുടെ ഇരുവശങ്ങളിലുമുള്ള ഒരു ചെറിയ പ്രദേശത്ത് മാത്രം. നൂറ്റാണ്ടുകളായി ഈ നദിയാണ് ഈജിപ്തുകാരുടെ ജീവന്റെ ജീവൻ. എന്നാൽ ജനസംഖ്യ കൂടിയപ്പോൾ അവർക്ക് ജീവിക്കാനും കൃഷി ചെയ്യാനും പുതിയ സ്ഥലങ്ങൾ വേണമെന്ന അവസ്ഥ വന്നു. അവർക്ക് ഒരുപാട് ഭൂമി ആവശ്യമായിരുന്നു. അവരുടെ കയ്യിൽ ആവശ്യത്തിലധികം ഭൂമി ഉണ്ടായിരുന്നു താനും. പക്ഷേ അതൊക്കെ സഹാറ മരുഭൂമിയിലെ വെറും വരിശ നിലങ്ങളായിരുന്നു. അങ്ങനെയാണ് 1990-ൽ മരുഭൂമിയെ പച്ചപ്പുള്ളതാക്കുക എന്ന വലിയൊരു സ്വപ്നം അവർ കാണുന്നത്. ഈ പ്ലാനിന് ദ ന്യൂ വാലി പ്രോജക്റ്റ് എന്ന് പേരിട്ടു. ഇതിനെ ടോഷ്ക പ്രോജക്റ്റ് എന്നും വിളിക്കാറുണ്ട്. നൈൽ നദിയിലെ അധികമുള്ള വെള്ളം മരുഭൂമിയിലെത്തിച്ച് ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലം കൃഷിക്ക് അനുയോജ്യമാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇനി ഉയരുന്ന ചോദ്യം ഇതെങ്ങനെ നടക്കുമെന്നതാണ്. നൈൽ നദിയിലെ വെള്ളം എങ്ങനെ മരുഭൂമിയിലെത്തിക്കും? ഇവിടെയാണ് മനുഷ്യന്റെ ബുദ്ധിയും എഞ്ചിനീയറിംഗ് മിടുക്കും നമ്മൾ കാണുന്നത്. ഈജിപ്തിലെ അസ്വാൻ ഹൈ ഡാമിന് പിന്നിൽ മനുഷ്യനുണ്ടാക്കിയ വലിയൊരു തടാകമുണ്ട്, ലേക്ക് നാസർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൃത്രിമ തടാകങ്ങളിലൊന്നാണിത്. ഈ തടാകത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് മരുഭൂമിയിലേക്ക് വിടാനായിരുന്നു പ്ലാൻ. ഇതിനായി മുബാറക് പമ്പിംഗ് സ്റ്റേഷൻ എന്ന പേരിൽ ഒരു ഭീമൻ പമ്പിംഗ് സ്റ്റേഷൻ അവർ ഉണ്ടാക്കി. ഇതൊരു സാധാരണ പമ്പിംഗ് സ്റ്റേഷൻ അല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഷനുകളിൽ ഒന്നാണ്. ഇതിലുള്ള 24 ഭീമൻ പമ്പുകൾക്ക് ഓരോ ദിവസവും കോടിക്കണക്കിന് ക്യൂബിക് മീറ്റർ വെള്ളം 50 മീറ്ററിലധികം ഉയരത്തിലേക്ക് അടിച്ചു കയറ്റി ഒരു പുതിയ കനാലിലേക്ക് ഒഴുക്കാൻ കഴിയും. ഈ കനാലിന്റെ പേരാണ് ഷെയ്ഖ് സായിദ് കനാൽ. നൈൽ നദിയിലെ വെള്ളം മരുഭൂമിയുടെ ഉള്ളിലേക്ക് 100 കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് എത്തിക്കുന്ന ഒരു ജീവനാഡിയാണ് ഈ കനാൽ. ഇത് ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. ആലോചിച്ചു നോക്കൂ, ഒരു നദിയിലെ വെള്ളം മുകളിലേക്ക് അടിച്ചു കയറ്റി വറ്റിവരണ്ട മരുഭൂമിയുടെ നടുവിലൂടെ ഒരു പുതിയ നദി ഒഴുക്കുക എന്ന് പറഞ്ഞാൽ. പ്രൊജക്ട് തുടങ്ങി. മുബാറക് പമ്പിംഗ് സ്റ്റേഷൻ മുഴുവൻ ശക്തിയോടെ ലേക്ക് നാസറിലെ വെള്ളം വലിച്ച് ഷെയ്ഖ് സായിദ് കനാലിലേക്ക് വിടാൻ ആരംഭിച്ചു. വെള്ളം മരുഭൂമി ലക്ഷ്യമായി ഒഴുകി. എല്ലാം വിചാരിച്ചതുപോലെ നടന്നു. എന്നാൽ പിന്നീടുണ്ടായ കാര്യം ഈ പ്രൊജക്ട് പ്ലാൻ ചെയ്തവർ പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. 2000 ആണ്ടായപ്പോഴേക്കും ലേക്ക് നാസറിൽ വെള്ളം കവിഞ്ഞൊഴുകാൻ തുടങ്ങി. അങ്ങനെ അധികം വന്ന വെള്ളം ഈ സിസ്റ്റം വഴി മരുഭൂമിയിലെ താഴ്ന്ന ഭാഗങ്ങളിലേക്ക് തുറന്നുവിട്ടു. പതുക്കെ പതുക്കെ ഈ വെള്ളം അവിടെ കെട്ടിക്കിടക്കാൻ തുടങ്ങി. പിന്നീട് സാറ്റലൈറ്റ് വഴി ഈ സ്ഥലത്തിന്റെ ചിത്രങ്ങൾ എടുത്തപ്പോൾ ലോകം അമ്പരന്നുപോയി. ഇന്നലെ വരെ മൈലുകളോളം വെറും മഞ്ഞമണൽ മാത്രം കണ്ടിരുന്നയിടത്ത് വലിയ നീല തടാകങ്ങൾ രൂപം കൊണ്ടു. ഇവയെ ടോഷ്ക ലേക്സ് എന്ന് വിളിച്ചു. സഹാറയുടെ നടുവിൽ അറിയാതെയാണെങ്കിലും മനുഷ്യർ കുറെ വലിയ തടാകങ്ങൾ ഉണ്ടാക്കിക്കളഞ്ഞു. ഇതായിരുന്നു ഈ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ അപ്രതീക്ഷിത ഫലം. ഈ തടാകങ്ങൾ അവിടുത്തെ കാലാവസ്ഥയെയും പ്രകൃതിയെയും മാറ്റാൻ തുടങ്ങി. അവിടെ പക്ഷികൾ വരാനും മീനുകൾ ഉണ്ടാകാനും തുടങ്ങി. വെറും മണലാരണ്യമായിരുന്ന ഒരിടത്ത് ജീവന്റെ പുതിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. പക്ഷേ ഒരു വലിയ സ്വപ്നത്തിലേക്കുള്ള വഴി അത്ര എളുപ്പമല്ലല്ലോ. ടോഷ്ക പ്രോജക്റ്റിനും പണി കിട്ടി. തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം പതുക്കെ കുറഞ്ഞു വന്നു. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ആദ്യത്തേത് പണം തന്നെ. ഈ പ്രോജക്റ്റിന് ഭയങ്കര ചിലവായിരുന്നു. ഇത് നടത്തിക്കൊണ്ടുപോകാൻ വലിയ തുക വേണമായിരുന്നു. വിചാരിച്ചതുപോലെ സ്വകാര്യ കമ്പനികളൊന്നും നിക്ഷേപം നടത്താൻ മുന്നോട്ട് വന്നതുമില്ല. രണ്ടാമത്തേത് സാങ്കേതിക പ്രശ്നങ്ങളാണ്. മരുഭൂമിയിലെ മണ്ണിൽ ഉപ്പിന്റെ അംശം വളരെ കൂടുതലായതുകൊണ്ട് അവിടെ കൃഷി ഇറക്കുക എന്നത് വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല. കൂടാതെ കടുത്ത വെയിൽ കാരണം വെള്ളം പെട്ടെന്ന് ആവിയായി പോവുകയും ചെയ്തു. അതായത് വെള്ളം ഒരുപാട് പാഴായിപ്പോയി. മൂന്നാമതായി 2011-ൽ ഈജിപ്തിലുണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം ഗവൺമെന്റിന്റെ ശ്രദ്ധ ഇതിൽ നിന്ന് മാറി.
പമ്പിംഗ് സ്റ്റേഷൻ ഇടയ്ക്കിടയ്ക്ക് ഓഫായി. തോഷ്ക തടാകങ്ങളിലെ വെള്ളം വെയിലത്ത് വറ്റി അവയുടെ വലുപ്പം ചെറുതാകാൻ തുടങ്ങി. ഈ വലിയ സ്വപ്നം മരുഭൂമിയിലെ മണലിൽ ഒടുങ്ങിപ്പോകുമെന്നാണ് അന്ന് എല്ലാവരും കരുതിയത്. എന്നാൽ കഥയവിടെ തീർന്നില്ല. 2014 ശേഷം വന്ന ഈജിപ്തിലെ പുതിയ ഗവൺമെന്റ് ഈ പ്രോജക്റ്റ് വീണ്ടും തുടങ്ങാൻ തീരുമാനിച്ചു. പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി ഇതിന് വലിയ പ്രാധാന്യം നൽകി. ഇത്തവണ പഴയ തെറ്റുകളിൽ നിന്നൊക്കെ പഠിച്ച് പുതിയ പ്ലാനും പുതിയ ടെക്നോളജിയുമായാണ് അവർ വന്നത്. വെള്ളം ഒഴുകാനുള്ള ബാക്കി കനാലുകൾ പൂർത്തിയാക്കി. മണ്ണ് നല്ലതാക്കാനുള്ള പുതിയ വഴികൾ നോക്കി. വെള്ളം കൃത്യമായി ഉപയോഗിക്കാൻ പിവറ്റ് ഇറിഗേഷൻ പോലുള്ള സ്മാർട്ട് രീതികൾ കൊണ്ടുവന്നു. നിങ്ങൾ ഡ്രോൺ ദൃശ്യങ്ങളിൽ മരുഭൂമിയുടെ നടുവിൽ വട്ടത്തിൽ പച്ചപിടിച്ചു കിടക്കുന്ന പാടങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതാണ് പിവറ്റ് ഇറിഗേഷൻ. ഇത് വെള്ളം കൃത്യമായി ചെടിയുടെ ചുവട്ടിലെത്തിക്കുകയും വെള്ളം പാഴാകുന്നത് തടയുകയും ചെയ്യും. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഗവൺമെന്റ് നേരിട്ടിവിടെ വലിയ തോതിൽ ഗോതമ്പും ഈത്തപ്പഴവുമൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്നവിടുത്തെ അവസ്ഥയെന്താണ്? ഇന്ന് നിങ്ങൾ തോഷ്ക പ്രദേശം കണ്ടാൽ അത്ഭുതപ്പെടും. ഒരു വശത്ത് മൈലുകളോളം കിടക്കുന്ന മരുഭൂമിയും മറുവശത്ത് അതിന്റെ നടുവിൽ ലക്ഷക്കണക്കിന് ഏക്കറിൽ പച്ചപിടിച്ചു നിൽക്കുന്ന കൃഷിയിടങ്ങളുമാണ്. ഈ പ്രോജക്റ്റ് ഇപ്പോൾ വലിയ വിജയമാണ്. ഇത് ഈജിപ്തിന് ആവശ്യമായ ആഹാരമുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ഒരുപാട് പേർക്ക് ജോലിയും നൽകുന്നുണ്ട്. മനുഷ്യന്റെ കഠിനാധ്വാനത്തിന്റെ വലിയൊരു വിജയമാണിത്. പക്ഷേ ഇത്തരം വലിയ പ്രോജക്റ്റുകളുടെ കൂടെ എപ്പോഴും വരാറുള്ള ചില ചോദ്യങ്ങൾ ഇവിടെയും ഉയരുന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം വെള്ളമാണ്. നൈൽ നദിയിലെ വെള്ളം ഈജിപ്തിന് മാത്രമല്ല അവകാശപ്പെട്ടത്. സുഡാൻ, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കും അതിൽ പങ്കുണ്ട്. വെള്ളത്തിനായി രാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങൾ കൂടുന്ന ഈ സമയത്ത് ഇത്രയധികം വെള്ളം മരുഭൂമിയിലേക്ക് തിരിച്ചുവിടുന്നത് ഭാവിയിൽ എത്രത്തോളം നല്ലതാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. മരുഭൂമി പോലൊരു പ്രകൃതിദത്തമായ അന്തരീക്ഷത്തെ ഇങ്ങനെ മാറ്റുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷം ചെയ്യുമോ എന്ന് പരിസ്ഥിതി പ്രവർത്തകരും ചോദിക്കുന്നു. ഇതിനൊക്കെയുള്ള ഉത്തരം കാലം തന്നെ പറയണം. എന്തായാലും ഈജിപ്ത് സഹാറ മരുഭൂമിയിലേക്ക് കോടിക്കണക്കിന് ടൺ വെള്ളമൊഴുക്കിയ ഈ സംഭവം വെറും വെള്ളത്തിൻ്റെയും മണലിൻ്റെയും മാത്രമല്ല. പ്രതിസന്ധികളെ മറികടന്ന് ഒരു രാജ്യം വലിയൊരു സ്വപ്നം കണ്ടതിൻ്റെ ഫലമാണിത്. ഈ യാത്രയിൽ അവർക്ക് അപ്രതീക്ഷിതമായി തടാകങ്ങൾ കിട്ടി, പരാജയങ്ങളുണ്ടായി, ഒടുവിൽ ഒരു വലിയ തിരിച്ചുവരവും നടത്തി. മനുഷ്യൻ വിചാരിച്ചാൽ പ്രകൃതിയുടെ വലിയ വെല്ലുവിളികളെപ്പോലും നേരിടാമെന്നതിൻ്റെ തെളിവാണ് തോഷ്ക പ്രോജക്റ്റ്. എങ്കിലും പ്രകൃതിയോട് ക്കുമ്പോൾ അതിൻ്റെ ആഘാതങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണമെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യരാശിയുടെ ഭാവിക്കായി ഇത്തരം മെഗാ പ്രോജക്റ്റുകൾ വേണമെന്നാണോ അതോ പ്രകൃതിയെ അതിൻ്റെ വഴിക്ക് വിടണമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള ലോകത്തിലെ തന്നെ അത്ഭുതകരമായ വലിയ പ്രോജക്റ്റുകളെക്കുറിച്ചുള്ള മികച്ച വീഡിയോകൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.